ഷഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. കേസിൽ അന്ന് നിർണായക ഇടപെടൽ നടത്തിയ മുൻ മന്ത്രി MK മുന്നു 24-നൊപ്പം ചേരുകയാണ്. MK മുന്നിലേക്ക്. ഷഫീഖ് വധശ്രമ കേസിൽ പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അച്ഛനും രണ്ടാനമ്മയും അതിക്രൂരമായ രീതിയിലാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഷഫീഖിലേക്ക് എത്തിയതിന് പിന്നിൽ അന്നത്തെ മന്ത്രിയായിരുന്ന 2013 ആ വിഷയങ്ങളെല്ലാം ഇടപെടുകയും അന്നത്തെ മന്ത്രിയുമായിരുന്ന ഡോക്ടർ MK മുനീറാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിലാണ് അന്ന് ഷഫീഖിനെ തല മതിലിൽ ഇടിച്ചുകൊണ്ട് ഒരു പിതാവ് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അന്ന് ആ കുട്ടിയെ ആക്രമിച്ചത്. അതിനുശേഷം ഷഫീഖ് കുറേ കാലം ആശുപത്രിയിലായിരുന്നു. ഒരു ബോധം തിരിച്ചു കിട്ടാൻ തന്നെ കുറേ സമയം എടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിരുന്നു. അന്ന് സാമൂഹ്യനീതി മന്ത്രി എന്നുള്ളതിലേക്ക് ഷഫീഖിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് അവിടെ CWCയുടെ ചെയർമാനും അദ്ദേഹം അതിനോട് വളരെയധികം കൂടെ നിന്ന് ആ കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുകയും, കാരണം ഈ പിതാവിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ കുട്ടി അനാഥമായുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടായത്. ഞങ്ങൾ ഏറ്റെടുത്തു. അതിനുശേഷം എൻ്റെ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നുള്ള ഒരു വർക്കറെ ഞങ്ങൾ ഷഫീഖിനെ നോക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉത്തരവ് നൽകി. രാഗിണി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഇന്നും അതിനുശേഷം രാഗിണിയാണ് ഷഫീഖിൻ്റെ അമ്മയായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം അൽ-അസ്ഹർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട്. അതിലൊരു മുറി പ്രത്യേകമായ അവരെ സജ്ജീകരിച്ചു കൊടുത്ത് ഷഫീഖിനെ കാലാകാലങ്ങളിൽ അവിടെ പരീക്ഷിച്ചു വന്നു. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് പക്ഷേ മെൻ്റലി ആ കുട്ടി കംപ്ലീറ്റായിട്ട് റിട്ടയർഡായിപ്പോയി. അങ്ങനെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയായി മാറി. MK മുന്നിൽ ഇടപെടൽ നടത്തി MK മുന്നിൽ സംസാരിക്കുകയായിരുന്നു. രാഗിണിയെ പറ്റി തന്നെ പറയുകയാണ്. രാഗിണി ആ വിഷയത്തിൽ ഈ ദിവസം പ്രത്യേക കയ്യടി അർഹിക്കുന്ന ഒരു ധീരവനിതയാണ് എന്നതിന് ഉറപ്പായും പറയാം. കാര്യം 11 വർഷങ്ങൾ അവരുടെ ജീവിതം മാറ്റിവെച്ച് ഈ പറയുന്ന അന്ന് ജീവൻ മാത്രം ബാക്കിയുള്ളൊരു കുഞ്ഞിന് വേണ്ടി ബാക്കി ജീവിതം ഒന്നാകെ മാറ്റി നിർത്തി അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് കേട്ടോ രാഗിണി.